ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ ഒരു റവ ഉള്ളിപ്പുട്ടിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. സത്യത്തിൽ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് ഇതിന് ഇത്രത്തോളം ടേസ്റ്റാണെന്ന് എനിക്ക് മനസ്സിലായത് കേട്ടോ. നല്ല ടേസ്റ്റിലും നല്ല സോഫ്റ്റായിട്ടും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്ത് റവ മാത്രം ചേർത്താണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കറിയൊന്നും ഇല്ലാതെ നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പം ഞാൻ അതിനു വേണ്ടി എടുത്തിരിക്കുന്നത് ഒരു കപ്പ് അളവിലുള്ള റവ, വറുത്ത റവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരല്പം ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം. ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു അര കപ്പ് അളവിലുള്ള തിളച്ച വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം അതൊന്ന് ജസ്റ്റ് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതുപോലൊന്ന് അടച്ചു വെക്കണം. ഒരു 10 മിനിറ്റ് നേരം നമുക്കിതൊന്ന് അടച്ചു വെക്കണം. ആ 10 മിനിറ്റ് കൊണ്ട് ഇതൊന്ന് കുതിർന്ന് കിട്ടും. അപ്പോൾ 10 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതൊന്ന് തിരിച്ച് കറക്കി കൊടുക്കണം. അതായത് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന രീതിയിൽ നമുക്കൊന്ന് കറക്കി എടുത്തു കൊടുക്കണം. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കൂട്ടുകാരെൻ്റെ ചാനലൊന്ന് ലൈക്കും ഹൈപ്പും ചെയ്യണേ. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് കറക്കിയെടുക്കാം. ഞാൻ ആദ്യം ഒന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒന്നുകൂടെ ഒന്ന് കറക്കിയെടുത്തെങ്കിലേ നമ്മളതൊരു പുട്ടിൻ്റെ നല്ലൊരു പരുവത്തിൽ, അതായത് പുട്ടുപൊടിയുടെ പരുവത്തിൽ നമുക്കത് കിട്ടത്തുള്ളൂ. അങ്ങനെ ഞാൻ രണ്ടാമത് ഒന്നുകൂടെ ഞാനിതൊന്ന് തിരിച്ച് കറക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പുട്ടുപൊടി, ഇത് നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി നമ്മൾ ഇതിനു വേണ്ടി ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ ഒരു പ്ലേറ്റിൽ ഒരു സവാള എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ഒരു അരമുറി ക്യാരറ്റും അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഒരു പാനിലേക്ക് ഒരല്പം എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് ഇത് ഇട്ട് കൊടുക്കണം. അപ്പം ഈ പാനിൽ ഒരല്പം എണ്ണ, അതായത് ഒരു ചെറിയ സ്പൂൺ അളവിലുള്ള എണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പച്ച ചുവയൊന്നും നമുക്ക് മാറ്റിയെടുക്കണം. അതായത് ഈ ഉള്ളിയുടെയും ക്യാരറ്റിൻ്റെയും ഒക്കെ പച്ച ചുവ നമുക്കൊന്ന് മാറ്റിയെടുക്കണം. പച്ചമുളക് നിങ്ങൾക്ക് കൂടുതൽ വേണേൽ ചേർക്കാം കേട്ടോ. പക്ഷേ ഇതൊരു കറക്റ്റ് അളവാണ് ഈ പച്ചമുളക്, അതുകൊണ്ടാണ് ഞാൻ ഒരു പച്ചമുളക് എടുത്തത്. ഇനി അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുത്ത് ഇത് നന്നായിട്ട്, അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച ചുവയൊക്കെ മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. അതിനുശേഷം നമ്മുടെ ഈ ബോളിലേക്ക് തന്നെ നമുക്ക് നമ്മുടെ പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ ഉള്ളിക്കൂട്ടുണ്ടല്ലോ അതും കൂടെ ചേർത്തതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കൈ കൊണ്ട് എത്രത്തോളം നന്നായിട്ട് ഈ റവയുമായിട്ട് ഈ ഉള്ളിയുടെ കൂട്ട് നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നു അത്രത്തോളം ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് ഒരല്പം പഞ്ചസാര കൂടെ നമുക്ക് വേണേൽ ചേർത്ത് കൊടുക്കാം. പഞ്ചസാര അല്പം എന്ന് പറഞ്ഞാൽ ഒരു അര സ്പൂൺ അളവിലുള്ള പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്താൽ ഒന്നുകൂടെ ടേസ്റ്റിയാണ് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ റവ കുതിർത്തെടുത്ത സമയത്ത് നമ്മൾ ഉപ്പ് ചേർത്തല്ലോ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ഇത് ഇളക്കുന്ന സമയത്ത് വേണമെങ്കിൽ കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്ഷേ ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നില്ല. ഞാനിത് ഉണ്ടാക്കുന്ന സമയത്ത് മാത്രമേ തേങ്ങ ചേർക്കുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇതുപോലൊരു പുട്ടുകുറ്റി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് ചില്ലിട്ട് കൊടുത്തിട്ട് ഇതേപോലെ തേങ്ങ ഞാൻ ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പുട്ടുകുറ്റിയുടെ അടിയിലേക്ക് ഒരു പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം ഈ ഫില്ലിങ് താഴെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലെ പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ട് ഇടയിലിടയിൽ നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കത്തില്ലേ അതേ രീതിയിൽ തേങ്ങ ഇട്ട് കൊടുത്ത് നമുക്കിത് മുഴുവനായിട്ട് നിറച്ചെടുക്കാം. ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ പുട്ടിന് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പറ്റും. അതാണ് ഏറ്റവും നല്ലത്. രാവിലെ നമ്മൾ എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എന്താ എന്നുള്ള ഉദ്ദേശത്തിലല്ലേ നമ്മൾ വരുന്നത്. അപ്പം പെട്ടെന്ന് നമുക്കിതുപോലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമല്ലേ. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വളരെ സന്തോഷമാണ് കേട്ടോ. അങ്ങനെ ഞാനിതെല്ലാം ഫില്ല് ചെയ്ത് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്ത് നമുക്കെടുക്കാം. അപ്പം പുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് സ്റ്റീം വന്നിട്ടുണ്ട്. ഞാനതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട്. കണ്ടല്ലോ, ഞാനിത് 1 കപ്പ് റവയ്ക്ക് 2 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിയുടെ അളവും അതുപോലെ റവയുടെ അളവും ആൾക്കാർ കൂടുതലുള്ളതുപോലെ എടുത്തു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.